ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വീറ്റ് അമ്പഴം എന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. സ്വീറ്റ് അമ്പഴമാണ്, അതായത് മധുരമുള്ള അമ്പഴങ്ങ. ഇത് ബഡ് തൈയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന സാധാരണ അമ്പഴങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ അമ്പഴങ്ങ കുറച്ച് തൊലിയും മാംസളമായ ഭാഗം കുറവാണ്. അകത്ത് ധാരാളം നാരുകളടങ്ങിയ വലിയ വിത്താണ് ഉള്ളത്. ഈ അമ്പഴങ്ങ അങ്ങനെയല്ല, ഇതിൽ ധാരാളം മാംസളമായ ഭാഗം മുഴുവനും ഭക്ഷ്യയോഗ്യമാണ്. ഇത് പഴുത്താൽ നല്ല മധുരവും, പച്ചയായിട്ടിരിക്കുമ്പോൾ നമുക്ക് അച്ചാറിനും ചമ്മന്തിക്കും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ഈ ചെടി ആദ്യത്തെ ഹാർവെസ്റ്റ് കഴിഞ്ഞു. രണ്ടാമത് ഞാനിത് പ്രൂൺ ചെയ്തു. ഹാർവെസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ കണ്ടോ, ഞാനിവിടെ വെച്ച് ഇത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിരുന്നു. അങ്ങനെ ബ്രാഞ്ചസ് വന്ന്, പുതിയ 2 ബ്രാഞ്ചസ് വന്ന്, ആ ബ്രാഞ്ചസാണിത്. ഇതാ കണ്ടോ, ഇതിൽ നിറയെ ഫ്ലവറിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിറച്ചും പൂക്കളും കായ്കളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു ബ്രാഞ്ചാണ്. സെക്കൻഡ് ബ്രാഞ്ച് ഇതാണ്. അതിലും ധാരാളം പൂക്കൾ വരുന്നുണ്ടോ, ഒരുപാട് പൂക്കളും കായ്കളും വന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണെന്നറിയാം, നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കണം. ഞാൻ ഓർഗാനിക്കാണ് കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ ഇതിനെല്ലാം ഫ്രൂട്ട് പ്ലാന്റുകൾക്കെല്ലാം ഓർഗാനിക് ഫെർട്ടിലൈസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കെമിക്കലൊന്നും ചെയ്യാറില്ല, കാരണം നമ്മൾക്ക് കഴിക്കേണ്ടതും കൂടാണല്ലോ. നല്ല സ്വാദും മധുരവുമുള്ള അമ്പഴങ്ങയാണ് ഇത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരവുമാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരവുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്. ഇതിനകത്ത് നാരുകളൊന്നുമില്ല, മുഴുവനും നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിനകത്ത് വിത്തില്ല. ഇത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. ഇതങ്ങനെ നിൽക്കത്തില്ല, സീസണിങ് ഒന്നുമല്ല, എപ്പോഴും ഇത് കായ്ച്ചുകൊണ്ടേ നിൽക്കും. ഇതാ കണ്ടോ, നമ്മൾ നല്ല വളം കൊടുത്ത് നല്ല വെയിലത്ത് തന്നെ നട്ടാൽ മതി. ഞാനിത് ഒരു ഗ്രോ ബാഗിനകത്താണ് വച്ചിരിക്കുന്നത്. ഇതാ കണ്ടോ, ഒറ്റ കമ്പാണ്. ഇത് പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ഇത് 2 ബ്രാഞ്ച് വന്നിട്ട് ഇതാ കണ്ടോ പ്രൂൺ ചെയ്തിരിക്കുകയാണ്. പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് 2 ബ്രാഞ്ചസ് വന്നിട്ട് ഇത്രയും കായ്കളും എല്ലാം ഉണ്ടായി തുടങ്ങിയത്. നല്ല വെയിലത്തേക്ക് ഞാൻ മാറ്റി വെച്ചു. നല്ല മഴയത്തുമായിരിക്കുന്നത്, നല്ലതുപോലെ മഴയും എല്ലാം കൊണ്ട് ധാരാളം വെള്ളമൊക്കെ വീണ് അന്നേരം തന്നെ ഫെർട്ടിലൈസറും കൊടുത്ത് നന്നായി അത് വന്നു. അതെ, ഇതിൻ്റെ ഫ്രൂട്ടായി കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. എനിക്ക് ലൈക്ക് കമൻ്റൊക്കെ ഇടണേ. സ്വീറ്റ് അമ്പഴം ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. ഇതാ കണ്ടോ, നല്ല ഹെൽത്തിയായ പ്ലാന്റ് അല്ലേ, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതുണ്ടോ. നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും, നമ്മുടെ മക്കളെ പോലെ നമ്മൾ ഇതിനെയും പരിചരിക്കണം. അപ്പോൾ നല്ല ചെടികളും നല്ല പൂക്കളും നല്ല കായ്കളും കിട്ടും. അപ്പോൾ ഓക്കേ.